ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നടന്ന വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. BJP ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മേൽവിലാസത്തിൽ വീട്ടു നമ്പർ പോലും ഇല്ലാതെ വോട്ടുകൾ ചേർത്തതിന്റെ തെളിവ് LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ പുറത്തുവിട്ടു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ് അട്ടിമറി നടന്നത് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആരോപിച്ചു. തൃശൂരിൽ BJPയുടേത് കൃത്രിമ വിജയമെന്നാരോപിച്ചായിരുന്നു വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ പുതിയ തെളിവുകൾ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ പുറത്തുവിട്ടത്. തൃശൂർ പാർലമെന്റ് ഇലക്ഷന്റെ ഇലക്ടർ റോള് നീതിപൂർവമല്ലെന്ന് മാത്രമല്ല, വളരെ ഫ്രോഡായ നിലയിൽ BJPയും RSSും വ്യാപകമായി പുറത്തു നിന്നുള്ള ഈ മണ്ഡലത്തേതല്ലാത്ത വോട്ടർമാരെ ചേർക്കുന്നുണ്ട്. അത് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ദീൻദയാൽ സ്മൃതി മന്ദിരത്തിൽ മാത്രം 10 വോട്ടുകൾ BJP ചേർത്തിട്ടുണ്ട്. അടിമുടി ക്രമക്കേട് നിറഞ്ഞ വോട്ടർ പട്ടികയാണ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചതെന്നും വോട്ടർ പട്ടിക നിലനിൽക്കാത്ത സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു. ഇതിന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ BJP മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. കൃത്രിമമായും നീതിരഹിതമായും നിർമ്മിച്ച ഒരു ഇലക്ടറോളിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ഒരു എൻക്വയറി നടത്തിയാൽ മാത്രമേ ഇക്കാര്യം വെളിവാക്കപ്പെടുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ മൗനം അട്ടിമറിക്ക് നേതൃത്വം കൊടുത്തതിന്റെ ഭാഗമെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തൃശ്ശൂരിലെ വ്യാപകമായ BJP പ്രേരിതമായ അട്ടിമറികൾ, വോട്ടർ പട്ടികയെ തന്നിഷ്ടം പോലെ മലിനപ്പെടുത്തിയത്, ഇതെല്ലാം ഇന്നെല്ലാവർക്കും അറിയാം. അതേസമയം ആവണിശ്ശേരി പഞ്ചായത്തിൽ വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ വിവരങ്ങൾ പുറത്തു വന്നു. 69-ാം നമ്പർ ബൂത്തിൽ 17 വോട്ടർമാരുടെ രക്ഷകർത്താവിന്റെ പേരിന്റെ സ്ഥാനത്ത് BJP പ്രാദേശിക നേതാവാണ്. 20 വയസ്സു മുതൽ 61 വയസ്സുവരെയുള്ളവരുടെ വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തു. എന്നാൽ ഇതിൽ അസ്വാഭാവികതയില്ലെന്നാണ് BJPയുടെ വാദം. 24 തൃശൂർ.